ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുരോഗമിക്കുന്നു. അനുവദിച്ച സമയം ഈ മാസം 31 അവസാനിക്കാനിരിക്കെ ജില്ലയിൽ മസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളത് 49,738 പേരാണ്. ജില്ലയിൽ 95.27% മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് ഇതുവരെയും മസ്റ്ററിംഗ് ചെയ്തത്. 10,53,614 മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽ 10,03,876 പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. വേമ്പനാട്ട് കായലിൽ മത്സ്യങ്ങളുടെ ലഭ്യത വർദ്ധിക്കാൻ തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറന്നിടണമെന്ന ആവശ്യവുമായി കായലോര മത്സ്യത്തൊഴിലാളികൾ രംഗത്ത്. ബണ്ട് തുറക്കാത്തതിനാൽ ബണ്ടിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മത്സ്യക്ഷാമം രൂക്ഷമാണ്. ചൂടൻ ചെമ്മീനും നാരൻ ചെമ്മീനും വല്ലപ്പോഴും കിട്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. വൃശ്ചിക വേലിയേറ്റം തുടങ്ങിയപ്പോൾ ബണ്ട് ഷട്ടറുകൾ അടച്ചത് മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിയുന്നവർക്ക് തിരിച്ചടിയായി മാറി. 8 വർഷമായി ചൂടൻ, നാരൻ, കാര തുടങ്ങിയ ചെമ്മീൻ വർഗ്ഗങ്ങൾ തണ്ണീർമുക്കം ബണ്ടിന്റെ തെക്കൻ ഭാഗങ്ങളിൽ കിട്ടാറില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 1 കിലോ ചൂടൻ ചെമ്മീന് 200 രൂപ വരെ വിലയുണ്ട്. തെക്കൻ പ്രദേശങ്ങളിൽ കൂടുതലും പേർക്കും തെള്ളിച്ചെമ്മീനാണ് കിട്ടുന്നത്. ഇതിൽ 70 മുതൽ 100 രൂപ വരെ വില കിട്ടാറുണ്ടെങ്കിലും വാഹനങ്ങളിലെത്തി നേരിട്ട് ചെമ്മീൻ വാങ്ങുന്നവർ വേണ്ടത്ര വില നൽകാറില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പക്ഷിപ്പനിയെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് അടച്ചുപൂട്ടിയ നിരണത്തെ ഡെക്ക് ഫാം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ലാത്തതിനാൽ താറാവ് കർഷകർ വിഷമത്തിലാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ താറാവിൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടും ഇവിടെ മാത്രം ഉൽപ്പാദനം ആരംഭിച്ചിട്ടില്ല. സർക്കാരിന്റെ അനുമതി ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് നീളുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനത്തെ ഏക ഡെക്ക് ഫാമിനാണ് ഈ ദുർഗതി. അപ്പർ കുട്ടനാട്ടിൽ പക്ഷിപ്പനി പടർന്നതോടെ കഴിഞ്ഞ മെയ് മാസത്തിലാണ് താറാവിൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തി ഡെക്ക് ഫാം പൂട്ടിയത്. അന്ന് ഫാമിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വിത്ത് താറാവുകളെ ദ്രുത കർമ്മസേനയുടെ നേതൃത്വത്തിൽ കൊന്നു നശിപ്പിച്ചിരുന്നു. ഹരിപ്പാട് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ രക്ഷപ്പെടുത്തിയ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ എ നിഷാദിനെ ആദരിച്ചു. എറണാകുളം റേഞ്ച് DIG സതീഷ് ബിനോ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയാണ് നിഷാദിനെ ആദരിച്ചത്. DIG നിഷാദിന് പ്രശംസാപത്രവും കൈമാറി. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 21 വയസ്സുള്ള ബിരുദ വിദ്യാർത്ഥിയാണ് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. ആലപ്പുഴയിൽ ദേശീയപാത 66 വികസന പ്രവർത്തനത്തിൽ ഹരിപ്പാടും അമ്പലപ്പുഴയിലുമുള്ള മേൽപ്പാലത്തിന്റെ നീളം കൂട്ടുവാൻ തീരുമാനമായി. ഹരിപ്പാട് KSRTC ജംഗ്ഷനിൽ 35 മീറ്ററിലെ 4 സ്പാനുകൾ കൂടി ചേർത്ത് 245 മീറ്റർ നീളത്തിലും അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിലവിലെ സ്പാനിനൊപ്പം 2 സ്പാനുകൾ കൂടി ചേർത്ത് 105 മീറ്ററിലും മേൽപ്പാലം നിർമ്മിക്കും. ഹരിപ്പാട് 3 സ്പാനുകളിൽ 105 മീറ്ററിലെ മേൽപ്പാലത്തിന്റെ നിർമ്മാണമാണ് നടന്നുവരുന്നത്. അമ്പലപ്പുഴയിൽ 35 മീറ്ററിലെ മേൽപ്പാലം നേരത്തെ അനുവദിച്ചിരുന്നത്. ഇതോടൊപ്പം ഹരിപ്പാട് നാരകത്തറയിൽ 200 മീറ്ററിലും തോട്ടപ്പള്ളി സ്പിൽവേയുടെ വടക്കേക്കരയിൽ 400 മീറ്റർ നീളത്തിലും സർവീസ് റോഡിനും അനുമതിയായിട്ടുണ്ട്. സ്പിൽവേയുടെ വടക്കേക്കരയിൽ മത്സ്യബന്ധന തുറമുഖത്തേക്കുള്ള ഗതാഗതം സുഗമമാക്കാൻ സ്പിൽവേയിൽ 18 മീറ്ററിലെ ഒരു സ്പാൻ കൂടി നിർമ്മിക്കും. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജീവിതമാണ് ലഹരി എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്കൂളുകളിലും കായിക പരിശീലന പരിപാടി നടപ്പാക്കും. ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് വാർഡുകളിലും പുതിയ ക്ലബ്ബുകൾ രൂപവൽക്കരിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ക്ലബ്ബുകൾക്ക് കായികോപകരണങ്ങൾ നൽകുന്നതിനാവശ്യമായ സഹായവും ഏറ്റവും കൂടുതൽ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യുന്ന പഞ്ചായത്തിന് അവാർഡും നൽകും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.